Yeah. Hi friends. ഹായ്. ഹലോ. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഒക്കെ വരുന്നത്, ഒരു സാധനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മിറായി എന്നുള്ള പടത്തിന് ട്രെയിലർ വന്നിട്ടുണ്ട്, തെലുങ്കാണ്. ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു നല്ല ആളായ ഒരു വ്യക്തി, ആരാണോ ഒരു വ്യക്തി ഞങ്ങൾക്ക് കമന്റ് ഇട്ടിരുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി ട്രെയിലർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഒരു ട്രെയിലർ ടൈം കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട ഒരാള് നമ്മളോട് റിക്വസ്റ്റ് ചെയ്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. അപ്പൊ നമുക്ക് ആ സന്തോഷമാണ്, ആ സന്തോഷത്തിന് കൂടെ നമ്മൾ ആ വീഡിയോ ചെയ്യാണ്. അതെ. അപ്പൊ ഇതില് ഒരു അറിയുന്ന ആരുമില്ല, പക്ഷെ ഒരാളെ മാത്രം അറിയാനും നായകൻ മുമ്പ് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. കണ്ടില്ല, അതിന്റെ കുറെ ഷോട്ടും കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു. നീ കണ്ടില്ലല്ലോ? അത് കണ്ടത് നമ്മുടെ റോക്കി മാത്രമായിരുന്നു. അത് നല്ല പടമൊന്നുമല്ലായിരുന്നു. സിനിമ സിനിമ അതിന്റെ അകത്ത് നായകൻ ഇവൻ തന്നെയല്ലേ? ഈ നമ്മളൊന്നും ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കട്ടെ. ഈ ആപത്ത് ഓരോ ഗ്രന്ഥത്തിന്റെയും അടുത്തെത്തിക്കഴിഞ്ഞു. അതിനെ തടയാൻ നീ മിറായ്ക്കരികിലേക്ക് എത്തണം. ഞാനല്ല, എന്തോ വെപ്പണാണെന്നോ നിന്റെ അല്ല ബായ്. എല്ലാം ടെമ്പററിയാ. ഇന്ന് നിന്റെ അടുത്ത്, നാളെ എന്റെ അടുത്ത്. എന്താ ഉണ്ടായെന്ന് ലവ്നെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നക്ഷത്രം ക്യാമറയും കൊള്ളാം. ശക്തി സൂപ്പർ നാച്ചുറലാണ്. 9 ഗ്രന്ഥങ്ങൾ അവന്റെ കയ്യിൽ കിട്ടിയാൽ പവിത്രമായ ഗംഗ രക്തരൂക്ഷിതമാകും. തന്നെ ആദ്യം സ്വന്തം ശ്രീരാമൻ ജന്മമെടുത്ത ത്രേതായുഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീരാമന്റെ കാര്യം പറയുന്നില്ല. എന്നെ കാണുന്ന വിശ്വസിച്ചു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയും കാശി കാണിക്കുന്നത്. ഇനി അത് വിശ്വസിക്കില്ല. അഹം രണസിദ്ധം ചൈത്രയ. ഫ്ലൈറ്റ് പൊളിഞ്ഞു തോന്നുന്നുണ്ടോ? ഇതാണ് ചരിത്രം, ഇതാണ് ഭാവി. ഇതാണ് മിറായ്. സൂപ്പർ യോഗ. ഈ മഹാകാര്യം പൂർത്തീകരിക്കാൻ നിന്റെ ശക്തിക്ക് അതീതമായ മറ്റൊരു ശക്തിയുടെ സഹായം നിനക്കാണ്. ഇവിടെ ശ്രീ പിന്നെ കൊള്ളാം, നല്ലൊരു സാധനം. സംഭവമാണ്. ഈ വർഷത്തെ ഒരു വലിയൊരു പടമായിരിക്കും. അതായത് അവന്റെ പവർ കിട്ടുന്ന ഇതിന്ന്, ആ ദണ്ഡിന്നാണ് അവന്റെ പവർ. അവന്റെ പവർ അല്ല, ദണ്ഡിനാണ് പവർ. ഫസ്റ്റ് വലിയ പവറില്ലാത്ത ഫൈറ്റ് അറിയാൻ പോലും യോദ്ധാവും. ഹൈറ്റ് അറിയുന്ന യോദ്ധാവും ആയിരിക്കില്ല, സാധാ മനുഷ്യൻ. ലവ് ചെയ്ത് നടക്കുന്ന ഒരു പെണ്ണിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇവന്റെ കറൻസിന് അറിയില്ലായിരിക്കാം.
ശ്രീനാഥൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ശ്രീനാഥൻ ശരിക്കും അവിടുത്തെ എന്തെങ്കിലും ഒരു മഠത്തില് അല്ലെങ്കിൽ ഒരു ഇതിലെ അതൊക്കെ പിന്നീട് അവന്റെ അടുത്ത് ആരൊക്കെയോ ഡാഡിഗിരിയാണെന്ന് പറയുന്നത് ഇങ്ങനെയാണ് നീന്തല്. അപ്പൊ അവൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടായില്ല, അത് എന്നെ കണ്ടിട്ടില്ലാത്ത ആൾക്കാര് പോലും എന്റെ മുമ്പിൽ കൈ കാണാത്ത അമ്മ വരെ പറഞ്ഞു. ജയറാം പണ്ടത്തെ യുഗത്തിലെ ആരോ ഇപ്പോഴും ഇമ്മോർട്ടലായിട്ട് ജീവിച്ചിരിക്കുന്ന കാരണം ശ്രീരാമനായിട്ട് ജയറാം നേരിട്ട് ഫൈറ്റ് എന്തായാലും അടിപൊളിയാണ്. ക്യാമറ ആ ഡ്രോൺ ഷോട്ട് ഒക്കെ ഹെവി ഷോട്ട് വന്നായിരുന്നു. ഷോട്ട് ഇതായിരിക്കും ഹെവി സാധനമായിരിക്കും എന്തായാലും സൂപ്പർ നാച്ചുറൽ പവറാണ് ഫുള്ള്. ഹനുമാൻ പോലെ തന്നെയാണ് ഭക്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ കണ്ടില്ല, ഒരു 4-5 ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വട്ടം 30 ഗ്രന്ഥത്തിന്റെ കാര്യം പറയുന്നില്ല. അല്ല അവനായിട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സീനൊക്കെ കാട്ടുന്നുണ്ട്. അത് പറയുന്നത് നല്ലത് 30 ഗ്രന്ഥം വില്ലന്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഗംഗയില് ഫുള്ള് രക്തമായിരിക്കും. പക്ഷെ ആ ഒരു 30 കിട്ടാണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ട ഒരു ക്യാരക്ടർ അവൻ അതിനെ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഇതിലുള്ള നടി അതിന്റെ ഇതായിരിക്കും സൂക്ഷിക്കുന്ന അടിക്ക് ഇങ്ങനത്തെ പടങ്ങൾ നടിക്ക് വലിയ രക്ഷയില്ല. അമ്മ ക്യാരക്ടറിന് രക്ഷ അതൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ എന്താ ഒരു കിളിയുടെ ഒരു വിഷയം കാണിച്ചില്ല, അത് കിളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ VFX ഒന്നും പറയില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഫിലിംസിൽ ഇങ്ങനെ VFX ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ എഫോർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ആദിപുരുഷനെ പോലെ ഒന്നും ആയി പോയില്ല എന്തായാലും. രാമനെ കാണിച്ച പോലെ ഉണ്ടല്ലേ, നല്ല ക്വാളിറ്റി ആയിട്ട് കാണിച്ചു. അവര് മറ്റേ ആദിപുരുഷനെ പോലെ ഒന്നും അല്ല കാണിച്ചേക്കുന്നത്. ഇവനെങ്ങനെ ശക്തി കിട്ടിക്കുമ്പോ ഇവന് ഈ കാശിക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന ഒരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ മഞ്ഞുമലയിൽ കൂടെ കയറുന്ന ഒരു സീൻ നടക്കുന്നുണ്ടല്ലോ. അത് ഹിമാലയായിരിക്കും. ഇവൻ ആദ്യമേ കാശിയില് ബോട്ടിൽ പോകാൻ കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ അറിയണം. അവന്റെ അമ്മ അവിടെ ഇരിക്കുന്നത് ഇപ്പോഴായിരിക്കും അവൻ അറിയണം അവന്റെ ജന്മത്തിൽ ഇങ്ങനെ ഒരു അർത്ഥം സാധാരണ പക്ഷെ അത് മേക്ക് ചെയ്യുന്ന രീതി നല്ല രീതിയിൽ കണ്ടിട്ട് തോന്നുന്നു. എന്തായാലും പടം അങ്ങോട്ടെ പടം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ കാണുമ്പോ തന്നെ നമുക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, എന്തായാലും കണ്ടത് നന്നായി. നല്ലൊരു പടത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പടമുണ്ട്. ഈയിടെയായിട്ട് തെലുങ്ക് മൂവീസിലൊക്കെ നല്ല നമുക്ക് ഓപ്പൺ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. തെലുങ്കിൽ ഇനിയിപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ചെയ്തേക്കണ വീഡിയോസ് നോക്കിയാൽ നല്ല കുറെ പടങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇറങ്ങി കഴിയുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇതേപോലെ പ്രതീക്ഷിച്ച് കുറച്ച് പടങ്ങളായിരുന്നു നമുക്ക് ഭയങ്കര നിരാശ തന്നത്. പക്ഷെ അതുപോലെ ആവാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. വളരെ നല്ല പടങ്ങളാവട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ ഗൈസ്.